തദ്ദേശമായാലും നിയമസഭയായാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ മൂന്നാം ടൈം വ്യവസ്ഥ കൃത്യമായി നടപ്പാക്കിയിരിക്കണം എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ളിലെ തീരുമാനം. ഒരു വർഷമായി ഈ മൂന്നാം ടൈം വ്യവസ്ഥ ലീഗിനുള്ളിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം പുതുമുഖങ്ങളായവർക്ക്, യൂത്ത് ലീഗുകാർക്ക് ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പോൾ മൂന്നാം ടൈം, 3 ടൈമിലും MLA ആയി തുടരുന്നവരെ ഒഴിവാക്കിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ചർച്ചകൾ ചൂടുപിടിച്ചതും മൂന്നാം ടൈം എന്ന ആ വ്യവസ്ഥ കർശനമായി ഇത്തവണയും നടപ്പാക്കാനും മുസ്ലിം ലീഗിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇത് സംബന്ധിച്ച് ആധികാരികമായ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇതോടെ UDF ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനൊക്കെ സമ്മർദ്ദം കൂടും. കാരണം കോൺഗ്രസിലെ സീറ്റ് വീതം വയ്ക്കലിൽ ഈ 3 ടൈം വ്യവസ്ഥയൊന്നും ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല. പക്ഷേ യുവജനങ്ങൾ കുറെ പേർ, യൂത്ത് കോൺഗ്രസുകാരടക്കം യുവാക്കൾ കുറെ പേർ ഇത്തവണ കോൺഗ്രസിന്റെ സീറ്റ് മോഹിച്ചു നിൽക്കുന്നുണ്ട്. ഇത്തവണയും പതിവ് പോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇടപെട്ട് കുറച്ച് യുവാക്കൾക്കെങ്കിലും സീറ്റ് തരപ്പെടുത്തി കൊടുക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. എങ്കിലും 3 ടൈം വ്യവസ്ഥ കോൺഗ്രസിൽ ഒട്ടും നടക്കാത്ത കാര്യം. പക്ഷേ അത് കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. 3 തവണ MLA ആയവർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഈ ഒരു ടൈം വ്യവസ്ഥ നടപ്പാക്കിയത് ഗുണം ചെയ്തു. അതുകൊണ്ട് അത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കും. പിന്നീട് അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്പം കൂടി കർശനമായി നടപ്പാക്കുമെന്നാണ് PMA സലാം വ്യക്തമാക്കുന്നത്. പക്ഷേ മുതിർന്ന ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ ഇരുവരും ഇത്തവണ മത്സരിക്കാൻ നിൽക്കുകയാണ് നിയമസഭയിൽ. ഈ 2 പേർക്കും ഇളവുണ്ടാകുമെന്നൊരു സൂചന ആദ്യമേ തന്നെ നേതൃത്വം നൽകിയിട്ടുമുണ്ട്. ഈ വ്യവസ്ഥ നടപ്പായാൽ സിറ്റിംഗ് MLA-മാരായ KPA മജീദ്, PK ബഷീർ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന്, N ഷംസുദ്ദീൻ തുടങ്ങി പല പ്രമുഖർക്കും സീറ്റ് ലഭിക്കില്ല. അതേസമയം കൂടുതൽ പുതുമുഖങ്ങൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ചാൻസ് കിട്ടുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. PK ഫിറോസ്, PK നവാസ്, KM ഷാജി, M റഹ്മത്തുള്ള തുടങ്ങിയവർക്ക് കോളടിക്കും. 3 കഴിഞ്ഞവർക്ക് സീറ്റ് നൽകിയേക്കില്ല എന്ന് ഇപ്പോൾ പറയുന്ന PMA സലാം ലീഗിനുള്ളിൽ എടുത്തിരിക്കുന്ന തീരുമാനം നൽകേണ്ട, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ഒന്ന് ആവർത്തിക്കാൻ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ലീഗിന്റെ നേതൃത്വം ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ സ്വന്തം മണ്ഡലം മേൽപ്പറഞ്ഞ MLA-മാർക്ക് കാസർകോട്ടെ NA നെല്ലിക്കുന്ന്, ഏറനാട്ടെ PK ബഷീർ, മലപ്പുറത്തെ P ഉബൈദുള്ള, മങ്കടയിലെ മഞ്ഞളാംകുഴി അലി, തിരൂരങ്ങാടിയിലെ KPM മജീദ്, മണ്ണാർക്കാട്ടെ N ഷംസുദ്ദീൻ ഇവർക്കൊക്കെ ഇത്തവണ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവർക്കൊക്കെ പകരം ലീഗിനുള്ളിൽ തന്നെ പുതിയ പദവികൾ കണ്ടെത്തി നൽകുകയും വേണം. അതാകും ഒത്തുതീർപ്പ് വ്യവസ്ഥ. എന്തായാലും ലീഗ് നേതൃത്വത്തിന്റെ തന്നെയാണ് അന്തിമമായ തീരുമാനം. PK ഫിറോസ് അടക്കം ഏറെക്കാലമായി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന് നൽകിയ സീറ്റിന്റെ ഇരട്ടി സീറ്റെങ്കിലും ഇത്തവണ നൽകണം, വനിതാ പ്രാതിനിധ്യം ഉയർത്തണം എന്നൊക്കെയാണ്. യൂത്ത് ലീഗിലെ ചെറുപ്പക്കാരികളായ മത്സരാർത്ഥികൾ ഒരുപാടുണ്ടെന്നും അവർക്കടക്കം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പാക്കണമെന്നും പറയുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു 3 ടൈം വ്യവസ്ഥ കൊണ്ടുവരാൻ ലീഗ് വീണ്ടും ഒരുങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ കുറെ പേർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പുതുമുഖങ്ങളായി മത്സരിക്കാനാകുമെന്നാണ് സൂചന. എന്തായാലും ലീഗിന്റെ കുത്തക മണ്ഡലങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും കുത്തക വാർഡുകൾ, ആ വാർഡുകൾ ലീഗ് തന്നെ നിലനിർത്തുമെന്ന ഒരു ഉറപ്പ് അവർക്കുണ്ട്. പക്ഷേ ഇത്തരമൊരു രാഷ്ട്രീയ സംഭവവികാസത്തിൽ കോൺഗ്രസിനുള്ളിലെ UDF മൊത്തത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ വരുമ്പോൾ ആ മണ്ഡലത്തിൽ എന്താകും പ്രതിഫലിക്കുക എന്നാകും ലീഗിന്റെ യുവ നേതൃത്വമടക്കം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ടെസ്റ്റ് ഡോസ് വിജയിച്ചാൽ അത് നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പകർത്തുക എന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവർക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ, ഏറ്റവും കൂടുതൽ യുവാക്കൾ മുസ്ലിം ലീഗിലെ മറ്റു സ്ഥാനങ്ങളിലേക്ക്, യൂത്ത് ലീഗിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് യുവാക്കൾ, യുവതികളൊക്കെ മത്സരിച്ച് അല്ലെങ്കിൽ മത്സരിക്കാൻ ഇറങ്ങി തങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്നൊരു ആവശ്യം പല കാലാകാലങ്ങളായി യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊരു മികച്ച തുടക്കം കൂടിയാകട്ടെ എന്നാണ് ഇപ്പോൾ ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. പക്ഷേ ചർച്ചകൾ ഇനിയും നടക്കാനുണ്ട്. ലീഗ് നേതൃയോഗം ഇനിയും ചേരും. അതിലാകും അന്തിമ തീരുമാനമെന്ന് ഒരു വരി കൂടി പറഞ്ഞാണ് PMA സലാം തന്റെ ഈ പ്രസ്താവന അവസാനിപ്പിച്ചത്.